എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സിഡ്നിയിൽ നടന്ന ഇന്ത്യ-ഓസ്ട്രേലിയ അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിയതോടെ ബോർഡ് ഗവാസ്കർ ട്രോഫിയിലെ ഇന്ത്യയുടെ ഒരു ദശാബ്ദക്കാലത്തെ ആധിപത്യം അവസാനിച്ചു. 162 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ വെറും 27 ഓവറിൽ ലക്ഷ്യം മറികടന്നു. മത്സരശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറ പറഞ്ഞത് ഇങ്ങനെയാണ്: ആദ്യം തന്നെ ഈ പരമ്പരയിലുടനീളമുള്ള ഓസ്ട്രേലിയൻ ടീമിന്റെ പ്രകടനത്തിനെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ മികച്ച രീതിയിൽ തന്നെ കളിച്ചു. ഈ മത്സരത്തിൽ അവർ മികച്ച ടീമായിരുന്നു. പരമ്പര ജയിക്കാൻ അവർ അർഹരാണ്. ഒരു ടീം എന്ന നിലയിൽ ഫലത്തിൽ ഞങ്ങൾ ഈ തോൽവിയിൽ നിരാശരാണ്. ഈ മത്സരത്തിലേക്കും ഈ പരമ്പരയിലേക്കും ഞങ്ങൾ എത്തിയത് വലിയ പ്രതീക്ഷകളോടെയും ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടെയുമാണ്. നിർഭാഗ്യവശാൽ പ്രധാന നിമിഷങ്ങൾ മുതലെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അത് ഞങ്ങളുടെ ഒരു പോരായ്മയായിരുന്നു. ഒരു പരമ്പര നഷ്ടപ്പെടുക എന്നത് വളരെ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് ഗെയിമിന്റെ ഭാഗമാണ്. ഞങ്ങൾ അത് അംഗീകരിക്കുന്നു. ഈ മത്സരത്തിൽ ഞങ്ങളുടെ ബാറ്റിംഗ് ഞങ്ങളെ വീണ്ടും നിരാശപ്പെടുത്തി. മത്സരത്തിൽ നല്ലൊരു ടോട്ടൽ സജ്ജീകരിക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായിരുന്നു, പക്ഷേ അത് പ്രയോജനപ്പെടുത്തുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. ഇത്തരം ഉയർന്ന മത്സരങ്ങളിൽ പാർട്ണർഷിപ്പുകൾ നിർണായകമാണ്, പക്ഷേ ഞങ്ങൾക്ക് അവ വേണ്ട രീതിയിൽ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ ബൌളർമാരുടെ പ്രയത്നങ്ങളെ അംഗീകരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ബോർഡിൽ വേണ്ടത്ര റൺസ് ഇല്ലാതിരുന്നിട്ടും അവർ തങ്ങളുടെ 100% നൽകി കഠിനമായി പൊരുതി ഞങ്ങളെ കളിയിൽ നിലനിർത്തി. അവരുടെ പ്രതിബദ്ധതയും പ്രയത്നവും മികച്ചതായിരുന്നു. അവരുടെ മികച്ച പ്രകടനത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഈ ടെസ്റ്റിൽ രോഹിതിന്റെ അഭാവം ഒരു പ്രധാന ഘടകമായിരുന്നു. എന്നാൽ ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ വ്യക്തികളെ ആശ്രയിക്കുന്നില്ല. മുന്നോട്ട് പോകാനുള്ള കളിക്കാരും കഴിവുകളും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഈ പരമ്പരയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. എവിടെയാണ് ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതെന്ന് വിശകലനം ചെയ്യുകയും ആ മേഖലകൾ മെച്ചപ്പെടുത്താൻ പ്രവർത്തിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ആരാധകരോട് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് എല്ലാം അർത്ഥമാക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ച ഫലങ്ങൾ നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നതിൽ ഞങ്ങൾ ഖേദിക്കുന്നു. ഭാവിയിൽ ഞങ്ങൾ ശക്തമായി തന്നെ തിരിച്ചുവരും എന്നും ബുംറ വ്യക്തമാക്കി. 2014-15 ഓസീസ് ഇന്ത്യക്കെതിരെ അവസാനം ടെസ്റ്റ് പരമ്പര നേടിയത്. ഇത്തവണ പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ജയിച്ചപ്പോൾ അഡ്ലേഡിലും മെൽബണിലും സിഡ്നിയിലും ജയിച്ചാണ് ഓസീസ് 3-1 പരമ്പര നേടിയത്. ബ്രിസ്ബെയിൻ ടെസ്റ്റ് സമനിലയായിരുന്നു. തോൽവിയോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിലെത്താമെന്ന ഇന്ത്യയുടെ നേരിയ പ്രതീക്ഷയും അവസാനിച്ചു. ഇന്ത്യക്കെതിരായ ജയത്തോടെ ഓസീസ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിലെത്തി. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.